നമസ്കാരം. രാജ്യം മുഴുവൻ നടന്ന് പിതൃശൂന്യത പറയുന്ന ഒരു ദേശീയ നേതാവുണ്ട്. ചിലർ അയാളായിരിക്കും ഭാവി പ്രധാനമന്ത്രി എന്ന് പറയാറുണ്ട്. നിലവിൽ അയാൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. ആളെ മനസ്സിലായി കാണുമല്ലോ. ഉത്തരേന്ത്യക്കാർ പപ്പു എന്ന് വിളിക്കുന്ന രാഹുൽ ഗണ്ഡിയാണ് ആ മുതൽ. അപ്പോഴും അയാളെ ഇഷ്ടമില്ലാത്തവർ വരെ എന്നെ കേൾക്കുന്ന ചിലർ വിചാരിക്കും, ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതെന്ന്. അയാൾ പിതൃശൂന്യതയാണ് രാജ്യം മുഴുവൻ വിളിച്ച് പറയുന്നത്. പറയാം, ഞാൻ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ ഈ പിതൃശൂന്യത എന്നതിൻ്റെ പച്ച മലയാളത്തിലുള്ള വാക്ക് തന്നെ നിങ്ങൾ അയാളെ വിളിക്കും. അയാൾ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഈ കഴിഞ്ഞ ദിവസവും അയാളത് ആവർത്തിക്കുന്നു. അംബാനിയുടെ കമ്പനിയിൽ സിഇഒമാരായിട്ട് ഏതെങ്കിലും പട്ടികവർഗ്ഗക്കാരുണ്ടോ, അതായത് ദളിത് വിഭാഗമുണ്ടോ എന്നാണ് അയാളുടെ ഒരു ചോദ്യം. അടുത്തത്, അപ്പോളോ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരിൽ എത്ര ദളിതുണ്ട്, എത്ര പട്ടികവർഗ്ഗക്കാരുണ്ടെന്നൊക്കെയാണ് അയാളുടെ ചോദ്യം. വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യമാണ് എന്ന് ഒരുപക്ഷെ പലർക്കും തോന്നും. രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യമല്ലേ, ബി ജെ പിയാണ് അവരുടെ മുഖ്യ ശത്രു, അപ്പോൾ ബി ജെ പിയെ രാഷ്ട്രീയമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്നൊക്കെ തോന്നും. എന്നാൽ അല്ല എന്ന് ഇതിനവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ഉദാഹരണം തന്നെ ഞാൻ പറയാം. അയാളുടെ പാർട്ടി ഏതാണ്? കോൺഗ്രസ് കേരളത്തിലൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. അവിടെ സ്ഥാനാർത്ഥി ലിസ്റ്റും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ സംവരണ മണ്ഡലങ്ങൾ ഉണ്ട്, നമുക്കറിയാം. പക്ഷേ സംവരണ മണ്ഡലത്തിലല്ലാതെ ഏതെങ്കിലും ഒരു ജനറൽ സീറ്റിൽ ഈ കോൺഗ്രസ് ഒരു പട്ടികജാതിക്കാരനോ ഒരു പട്ടികവർഗ്ഗക്കാരനോ സീറ്റ് കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയാമോ? ഇല്ല എന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം. കൊടുക്കാനും പോണില്ല. എന്തേ ഇവർ ഇത് ചെയ്യാത്തത്? അയാൾ ഈ രാജ്യം മുഴുവൻ നടന്ന് പട്ടികജാതിക്കാരന് ഡോക്ടറായിട്ട് ആശുപത്രിയിലില്ല, അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിയായിട്ടുള്ള സ്വകാര്യ ബിസിനസ് ചെയ്യുന്ന അംബാനിയുടെ സിഇഒ ആയിട്ട് പട്ടികജാതിക്കാരനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കരഞ്ഞു മെഴുകുന്ന ഇയാളുടെ സ്വന്തം പാർട്ടി കേരളത്തിലൊരു തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ഇവിടെ സംവരണ സീറ്റിൽ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെയുള്ളവർക്ക് സീറ്റ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു ജനറൽ സീറ്റിൽ ഒരു പട്ടികവർഗ്ഗക്കാരന് സീറ്റ് കൊടുത്തതായിട്ട് നിങ്ങൾക്കറിയാമോ? ഇല്ല. അപ്പോൾ ഇയാളുടെ ഈ കുത്തിത്തിരിപ്പ് വാചകങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോഴും നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഇത് ബി ജെ പിക്കെതിരെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ. ഇതൊന്നും ബി ജെ പിയെ യാതൊരു രീതിയിലും ബാധിക്കില്ല. അതിൻ്റെ ഉത്തരം ബി ജെ പിയുടെ കയ്യിൽ നിലവിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ 2 ടേമായിട്ട് ഈ രാജ്യത്തെ പ്രസിഡന്റുമാർ ആരാണ് എന്ന് നോക്കുക. ആദ്യം രാംനാഥ് കോവിന്ദ്, ഇപ്പോൾ ദ്രൗപദി മുർമു. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണ് നമ്മുടെ പ്രസിഡന്റുമാർ. അതിൻ്റെ അപ്പുറം ഒരു സ്ഥാനമില്ല. അപ്പോൾ അത് മാത്രമല്ലേ ഒറ്റപ്പെട്ട ഒരു സംഭവം എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങളിൽ പലരും വിചാരിക്കും. അല്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ MP-മാർ, ഈ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള MP-മാരെ സംഭാവന ചെയ്തത് ബി ജെ പിയാണ്. ഇപ്പോഴും നിലവിൽ പാർലമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ശതമാന കണക്കിൽ നോക്കിയാൽ പട്ടികവർഗ MLA-മാരുള്ളത്, MP-മാരുള്ളത്, കേന്ദ്രമന്ത്രിമാരുള്ളത്, മന്ത്രിമാരുള്ളത്, മുഖ്യമന്ത്രിമാരുള്ളത് ബി ജെ പിക്കാണ്. ആ ബി ജെ പിക്ക് ഇതെങ്ങനെയാണ് രാഷ്ട്രീയമായിട്ട് ബാധിക്കുക? അവർക്കിത് ഗുണമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയാത്ത, അത് തിരിച്ചറിയാൻ കഴിയാത്ത പൊട്ടനാണോ രാഹുൽ ഗാന്ധി? അല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? ഒറ്റ ഉദ്ദേശ്യമേ ഉള്ളൂ, ഈ രാജ്യത്ത് ജാതി പറഞ്ഞ് ആളുകളെ തമ്മിൽ തല്ലിക്കണം. ഈ രാജ്യം മര്യാദയ്ക്ക് പോകുന്നത് ഒട്ടും സൂഹിക്കാത്തൊരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. നോക്കൂ, ഒരുവിധം പച്ച പിടിച്ചു വന്ന ലോകത്തെ ഒരുമാതിരിപ്പെട്ട മുസ്ലിം രാജ്യങ്ങളെല്ലാം യുദ്ധത്തിൻ്റെ കെടുതിയിലാണിപ്പോൾ. ഒരുപക്ഷെ തുർക്കി ഒഴിച്ച് ബാക്കി എല്ലാവരും ആ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ മാത്രം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ ദളിത് രാഷ്ട്രീയം കൊണ്ടുവരുന്നത്. അയാൾ ഇത് പറയാനുള്ള യാതൊരു അർഹതയും അയാൾക്കില്ല. കാരണം അയാളുടെ പാർട്ടി പോലും അവർക്ക് സംവരണ സീറ്റിലല്ലാതെ മറ്റൊരു സീറ്റ് കൊടുക്കാറില്ല. എന്നിട്ട് അയാൾ രാഷ്ട്രീയ പ്രസ്താവനയാണ് നടത്തുന്നത് എന്ന ഭാവേനയാണ് ഇത് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ബി ജെ പിക്ക് പിന്നെയും ഗുണമാവുകയാണ് ചെയ്യുന്നത്. അതൊന്നുമല്ല അയാൾ ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യം ഒരിക്കലും ശാന്തിയോടെ ഇങ്ങനെ പോകാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല. അയാൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു വിദേശ ബ്ലഡിൽ പിറന്ന മനുഷ്യനാണ്. അപ്പോൾ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു വിദേശ വനിതയ്ക്ക് പിറന്നവൻ ഒരുത്തിന് ഈ രാജ്യത്തോട് സ്നേഹമുണ്ടായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലെന്ന്. അത് പലപ്പോഴും അതൊരു രാഷ്ട്രീയ വിമർശനമായിട്ട് മാത്രമേ ആ സമയത്ത് ഞാൻ കണ്ടിരുന്നുള്ളൂ. പക്ഷേ അതിൽ വളരെയേറെ സത്യമുണ്ട് എന്നിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ അയാൾക്ക് ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തേണ്ട കാര്യം എന്താണ്? അതൊരിക്കലും ബി ജെ പിയെ ബാധിക്കില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അയാളത് ചെയ്യുന്നത്? ഈ രാജ്യത്തിനെ തകർക്കാൻ വേണ്ടി മാത്രം.